ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ആവണക്ക് എന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. ആവണക്ക് എന്ന് പറയുമ്പോൾ ആവണക്കെണ്ണ എന്നൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ വയറിളക്കാൻ വേണ്ടിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു സംഗതിയാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ കുരു വിഷമാണ്. കുരു ചെന്ന് കുറച്ചധികമായിട്ട് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചില മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈദ്യവിധി പ്രകാരം എല്ലാതും ചെയ്യണം എന്ന് എപ്പോഴും വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആവണക്കിൻ്റെ സാധാരണ ഈ എണ്ണ എടുക്കുമ്പോൾ ആട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ പിണ്ണാക്കിലൂടെ ഈ വിഷം പുറത്തു പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ശരിയല്ലാന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ആവണക്ക എണ്ണ വയറ്റിൽ ഒരു ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ കഴിയുമ്പോൾ വയറിലൊരു അസ്വസ്ഥത വരും. അങ്ങനെ ആ ഒരു ചെറിയൊരു വിഷത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് വയറ്റിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ചെടിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ചെടിയുടെ രൂപം, അതിൻ്റെ കായ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇതാണ് ആവണക്ക്. ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മഞ്ഞപ്പിത്തത്തിന് വെള്ള ആവണക്കിൻ്റെ മുകളിൽ നിന്ന് 3ാമത്തെ സ്റ്റെപ്പിലെ 3 ഇല എടുത്ത് ഉള്ള ഒരു ചികിത്സ ഉണ്ട്. പിന്നെ ഈ 2ാമത്തത് കരിക്കിൻ വെള്ളത്തിൽ ഒഴിച്ച് കുടിച്ചാൽ മൂത്ര തടസ്സം ഒഴിവാക്കാം. പിന്നെ കരിനച്ചി ഇലയുടെ നീരിൽ ആവണക്കെണ്ണ ഒഴിച്ച് കഴിച്ചാൽ നട്ടെല്ല്, നടുവേദന ഒരു 10-20 ദിവസം ചെയ്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കാറുണ്ട്. പിന്നെ തടി കുറക്കാൻ 2 സ്പൂൺ എണ്ണ രാവിലെ കഴിക്കാം. ഇത് അമിതമാവരുത്. ശോധനയില്ലാത്തവർക്ക് എണ്ണ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ചെറുനാരങ്ങ നീരിൽ എണ്ണ കൂട്ടിയുള്ളൊരു ചികിത്സ ഉണ്ട്. അത് നമ്മൾ പാണ്ടിന് കൊടുത്തിരുന്നു. എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടുന്നില്ല, എന്നാൽ ചിലർക്ക് നല്ല റിസൾട്ടാണ്. പിന്നെ ശരീരം ചൊറിഞ്ഞ് തടിക്കുന്ന ഇതിൻ്റെ എണ്ണ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ ഈ ഉപ്പുറ്റി വിണ്ടുകീറുന്ന ഇതിൻ്റെ കുരു ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പുറ്റി വിണ്ടുകീറുന്നതിന് എണ്ണ ഉപയോഗപ്പെടുത്തും. പിന്നെ സ്ഥലങ്ങളിൽ നീര് വരുന്നതിന് ഇല ഉപയോഗപ്പെടുത്തലുണ്ട്. അത് വെറുതെ ഒട്ടിച്ച് വെക്കുക ചെയ്യുക. പിന്നെ തലവേദനയ്ക്ക് ഇല അരച്ചു നെറ്റിയിൽ പുരട്ടലുണ്ട്. പിന്നെ സാധാരണ വരുന്ന ഇല വാട്ടി ഈ മുലയിൽ വെച്ച് കെട്ടിയാൽ മുലപ്പാൽ വർധന ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ കേട്ടറിവാണ്. പിന്നെ തളിരില 1 ടീസ്പൂണ് ജീരകം ചേർത്ത് നെല്ലിക്ക വലുപ്പത്തിൽ വെറും വയറ്റിൽ കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് റിസൾട്ട് ഉണ്ട്, നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കരിക്കിൻ വെള്ളം അതിൻ്റെ മുകളിൽ കുടിക്കുകയും ചെയ്യണം. പിന്നെ പ്രസവ വേദനയ്ക്ക് ഇല വാട്ടി വയറിന്മേൽ വെക്കുന്ന പഴയ കാലത്ത് നമ്മളെ കാരണന്മാർ ചെയ്തിരുന്ന ചികിത്സയാണ്. പിന്നെ മുടി വളരാൻ ആവണക്കെണ്ണയും സമയം വെളിച്ചെണ്ണയും തലയിൽ തേക്കാറുള്ള ഒരു പതിവുണ്ട്. 5ാം പനിക്ക് കുട്ടികൾക്ക് ചൂടുവെള്ളത്തിൽ 2 തുള്ളി കൊടുക്കാറുണ്ട്. പിന്നെ ഉഴിഞ്ഞ ഇല ആവണക്കെണ്ണയിൽ അരച്ച് പുരട്ടിയാൽ ഈ സന്ധി വേദന മാറാറുണ്ട്. ചുമക്ക് ഈ തൊണ്ട കുത്തി ചുമ എന്ന് പറയില്ലേ, അതിന് ഈ തൊണ്ടയിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് തൊണ്ടയിൽ അത് നമുക്ക് വെറുതെ തേച്ച് കൊടുത്താൽ മതി. വെറുതെ തൊണ്ടയിൽ തേച്ച് കൊടുത്താൽ മതി അങ്ങനെ. അപ്പോൾ ആ നല്ല. പിന്നെ ഇതേപോലെ വേറൊരു ഔഷധം ഞാൻ നിങ്ങൾക്ക് അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഇതാണ്. ഇത് ഞാൻ അമ്പലവയൽ കാർഷിക കോളേജിൽ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വളർന്നിട്ടുണ്ട് അവിടെ. സമുദ്രപ്പച്ച അതിന് പറയുക. ഇതിൻ്റെ ഇല നോക്കണം. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഇത് അമ്പലവയൽ നിങ്ങൾ ചെന്ന് ആദ്യത്തെ ആ സെക്ഷനിൽ തന്നെ ഇത് നന്നായി വളർന്ന് നിൽക്കുന്നുണ്ട്. ഔഷധത്തിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് വൈദ്യന്മാർക്ക് അറിയെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും അറിയെങ്കിൽ വിവരം തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. എനിക്കുള്ള ചെറിയ വിവരം ഞാൻ വെളിപ്പെടുത്താം. ഓക്കെ, ബൈ.